Good morning. Okay, Shruti, good morning. Good morning, Miss. Good morning. ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അന്ന് ജോബ് സാറിന്റെ ക്ലാസ് ഇല്ല, പകരം ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. 12 മണി വരെ ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് അല്ലെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ. അതിനെന്ത് നമ്മുടെ ഇതുവരെ പറഞ്ഞു നിർത്തി സ്റ്റെതസ്കോപ്പ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ടല്ലോ ഓരോ എക്യുപ്മെന്റ്സുകളും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ്, ടിംബാനിക് തെർമോമീറ്ററുകള്, ടിംബാനിക് മാത്രമല്ല ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ എന്തായിരുന്നു, സിറിഞ്ച് പമ്പ് എന്താണ് അല്ലെ, ഇതൊക്കെ പഠിച്ചു. പിന്നെ സ്റ്റെതസ്കോപ്പ്, ട്രോളി അല്ലെ, വെയിലിംഗ് മെഷീൻ, പിന്നെ എന്താ സ്വിഗ്മോ മാനോമീറ്റർ, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കിയോ നിങ്ങളുടെ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 15ാമത്തെ എക്യുപ്മെന്റ്സ് തൊട്ടാണ് കേട്ടോ. സ്റ്റെതസ്കോപ്പ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്രാഷ് കാർട്ട് കേട്ടോ. ഇതാണ് ക്രാഷ് കാർട്ട്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് ട്രോളീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ട്രോളി പറഞ്ഞപ്പോ അതില് ക്രാഷ് കാർട്ട് ട്രോളിയെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ക്രാഷ് കാർട്ട് ട്രോളി, ക്രാഷ് എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ. നമ്മൾ ക്രാഷ് ലാൻഡിംഗ് എന്നൊക്കെ പറയാറില്ലേ അല്ലെ. എന്നതുപോലെ എന്തായിരിക്കും, എമർജൻസി മെഡിസിൻസുകള് അതുപോലെ എമർജൻസി എക്യുപ്മെന്റുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണെന്ത്, ക്രാഷ് കാർട്ട് ട്രോളി അല്ലെ. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. ഒരു ട്രോളിന്ന് എഴുതിയിട്ടില്ല, പക്ഷെ ഇതും ട്രോളി തന്നെയാണ് കേട്ടോ, ക്രാഷ് കാർട്ട്. ഇത് പിക്ചർ കാണുമ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. നോക്കുക, ഇറ്റ് ഈസ് നോൺ ബൈ, കണ്ടിട്ടുണ്ട്. നോക്കുക, ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക് കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ക്രാഷ് കാർട്ടിനെ പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? കോഡ് കാർട്ട് അഥവാ മറ്റൊരു പേരെന്താണ്, മാക്സ് കാർട്ട്. ഈ രണ്ട് പേരുകളും എന്ത് തന്നെയാണ്, ക്രാഷ് കാർട്ട് ആണ് കേട്ടോ. അപ്പൊ ക്രാഷ് കാർട്ട്, കോഡ് കാർട്ട്, പിന്നെ മാക്സ് കാർട്ട് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. നോക്കാം, എ ക്രാഷ് കാർട്ട് ഓർ എ കോഡ് കാർ or a max card. It is a set of trays or drawers or shelves on wheels used in hospitals for transportation and dispensing of emergency medication or equipment at the site of medical or surgical emergency for the life support protocols to potentially save someone's life. വേറൊന്നുമില്ല, അതായത് ക്രാഷ് കാർട്ടിൽ വന്ന പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ധാരാളം ട്രേകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയ ട്രേകള്, അല്ലെങ്കിൽ ഷെൽഫുകള്, ഡ്രോയറുകളൊക്കെ ഉള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രോളിയാണ് കേട്ടോ. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട ട്രോളിക്ക് അത് ഓപ്പൺ ട്രോളി ആയിരുന്നു. പക്ഷെ ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്രോളിയാണ്. ഇതിനകത്ത് കണ്ടതുപോലെ ഷെൽഫുകളാണ് കേട്ടോ. അതെ, ഡ്രോയറുകള്, ഷെൽഫുകള്, അതുപോലെ തന്നെ ട്രേകളൊക്കെ ഉണ്ടായിരിക്കും. ഓൺ വീൽസ്, അതായത് വീലാണല്ലോ ട്രോളി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. വീൽസ് ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്പെൻസിംഗ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. ക്രാഷ് കാർട്ട് ആണ് അല്ലെ. സോ എന്താണ്, എമർജൻസി മരുന്നുകള് അല്ലെങ്കിൽ എമർജൻസി എക്യുപ്മെന്റുകളൊക്കെ മെഡിക്കൽ സർജിക്കൽ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നോക്കൂ, മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ്, ACLS. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ACLS എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് അഥവാ
അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് വെച്ചാൽ അത്രയും എമർജൻസി സിറ്റുവേഷനിലൊക്കെ എന്താണ് സിറ്റുവേഷനിൽ ഈ പറയുന്ന മരുന്നുകൾ മറ്റുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് ക്രാഷ് കാർട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? കോഡ് കാർട്ട് എന്ന് പറയുന്നുണ്ട്, മാക്സ് കാർട്ട് എന്നും പറയുന്നു. ഈ മൂന്ന് പേരുകളും ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ല? ഇതൊക്കെ അറിയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ്, ഇതിന് മനസ്സിലാവാത്ത ഈ പറയാം കേട്ടോ. മിക്കവാറും ഒരുവിധ എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ, കുറച്ച് മാത്രമാണ് ഒട്ടും അറിയാത്തതുള്ളൂ. അടുത്ത നോക്കാം, നെബുലൈസർ കേട്ടോ. ALS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നാണ് കേട്ടോ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. SALS എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. കാർഡിയാക് സംബന്ധമായിട്ട് എന്തെങ്കിലും എമർജൻസി വരുന്നത് മാത്രമല്ല, അല്ലാതെയുള്ള അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഇപ്പൊ കാർഡിയാക് തന്നെ ആവുന്നില്ലല്ലോ, മറ്റെന്തെങ്കിലും ആക്സിഡന്റ് കേസോ കാര്യങ്ങളോ ആയിട്ട് എമർജൻസി കേസുകൾ വരാമോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എക്യുപ്മെന്റ്സും മെഡിസിൻസും ഒക്കെ ആ ഒരു എന്താ പറയാ എമർജൻസി സൈക്കിളിലോട്ട് എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സംവിധാനമാണ് കേട്ടോ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നെബുലൈസർ. മിക്കവാറും ചിലവരുടെയൊക്കെ വീടുകളിൽ കാണും. ഓക്കെ, നെബുലൈസർ ഉണ്ടായിരിക്കും വീടുകളിലൊക്കെ. നോക്കാം, ഉണ്ട്. അപ്പൊ നോക്കാം, ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഗീവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻ ടു ദ ലെൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് മിസ്റ്റിന്റെ രൂപത്തില്, മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഗേഷ്യസ് ഫോം എന്നർത്ഥമാണ് കേട്ടോ, മഞ്ഞിനല്ല. മിസ്റ്റ് മീൻസ് ഇവിടെ എന്താണ് ഗേഷ്യസ് ഫോമില് ഈ പറയുന്ന മരുന്നുകള് എന്താണ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? നെബുലൈസർ ആണ് അല്ലെ. നെബുലൈസർ എന്താണ്? ഇറ്റ് ഇസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. നമ്മുടെ ലെൻസിനകത്തോട്ട് ശ്വാസകോശത്തിലോട്ട് മിസ്റ്റിന്റെ രൂപത്തില് മരുന്നുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ നമുക്ക് ചുമ വരുമ്പോ, ശ്വാസമുട്ടല്, അതുപോലെ ഈ പറയുന്ന റെസ്പിറേറ്ററി പ്രോബ്ലംസുകളൊക്കെ വരുമ്പോഴാണ് പൊതുവെ എന്ത് ഉപയോഗിക്കാറുള്ളത്? നെബുലൈസർ ഉപയോഗിക്കാറുള്ളത് അല്ലെ. നോക്കാം, nebulizers are mainly used in the treatment of cystic fibrosis, asthma, COPD and other respiratory diseases or disorders. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നെബുലൈസർ എവിടെ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ, റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ അല്ലെങ്കിൽ അത്തരം ഡിസോർഡേഴ്സുകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്? സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ് കേട്ടോ. ഒരു ജനിതക വൈകല്യം എന്നൊക്കെ പറയാം. ജനറ്റിക് ഡിസോർഡർ ആണ് ദാറ്റ് അഫക്റ്റിംഗ് അവർ റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററിനെ മാത്രമല്ല നമ്മുടെ ലങ്സ്, അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്, അതിനെയൊക്കെ ബാധിക്കുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാല് നമ്മുടെ ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഉണ്ടല്ലോ, ശ്വാസനാളം, അവിടെ വളരെ എന്താ പറയാ തിക്കായിട്ട് വളരെ സ്റ്റിക്കി ആയിട്ടുള്ള മ്യൂക്കസ്, കഫം വന്ന് നിറയാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ കഫം കെട്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ടീരിയകളൊക്കെ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് അതിനോടനുബന്ധിച്ച് എന്തുവരും? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ സിസ്റ്റിക് ഫൈബ്രോസിസ്. അതുപോലെ ആസ്മ അറിയാലോ, ശ്വാസമുട്ടലാണ്. COPD നമുക്കറിയാം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ. നമ്മുടെ ശ്വാസകോശം വളരെയധികം കറക്റ്റ് ആണ് കേട്ടോ. ആതിര ശ്രുതി കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം വളരെയധികം ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ അല്ലെ. ശ്വാസനാളമൊക്കെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് COPD. അപ്പൊ അത്തരത്തിലുള്ള റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഡിസീസസിനെയും ഡിസോർഡേഴ്സിനെയും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എക്യുപ്മെന്റ് ആണ് നെബുലൈസർ. അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണ്? സ്റ്റീം ഇൻഹേലർ. ഇതും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. ചിലവരുടെ വീട്ടിൽ ഈ ഫോമിലായിരിക്കും, ചിലത് വേറൊരെണ്ണുണ്ട്, ചുവന്ന കളറിലുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരെണ്ണുണ്ട്, സ്റ്റീം ഇൻഹേലർ. അപ്പൊ സ്റ്റീം ഇൻഹേലർ എന്ന് പറയുന്നത് എന്താണ്? The most common and major benefit of the natural steam inhalation therapy is its marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. അതായത് എന്താണ് സ്റ്റീം ഇൻഹേലർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആവി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് കേട്ടോ. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് സീസണൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, ജലദോഷം, മൂക്കടപ്പ്, അല്ലെങ്കിൽ തലവേദന,
ഇങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ആവി എടുക്കാൻ വേണ്ടി അവിടെ മെഡിക്കേഷൻ അല്ല മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റീം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് മാത്രമാണ് അല്ലെ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കുക, the most common and major benefit of natural steam inhalation therapy എന്താണ്? Treating the respiratory problems or complication generated with the warm and moist air. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമുക്ക് ചൂട് മൂലം, ഈർപ്പം മൂലം ഉണ്ടാകുന്ന, ഈർപ്പമുള്ള വായു മൂലം ഉണ്ടാകുന്ന സീസണൽ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. നമുക്ക് ആ സമയത്തല്ല പെട്ടെന്ന് ചൂട് മാറി തണുപ്പിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ തണുപ്പ് മാറി ചൂടിലോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സീസണൽ ഇൻഫെക്ഷൻസുകളൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് വാം ആൻഡ് മോയിസ്റ്റ് എയർ അല്ലെ, എന്താ പറയാ, ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു മൂലം ഉണ്ടാകുന്ന അസുഖങ്ങള്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസുകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ്? സ്റ്റീം ഇൻഹേലർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കാം, നെബുലൈസർ എന്ന് പറയുന്നതും സ്റ്റീം ഇൻഹേലർ എന്ന് പറയുന്നതും രണ്ടും ഈ പറയുന്ന പോലെ റെസ്പിറേറ്ററി പ്രോബ്ലംസുകൾ ട്രീറ്റ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വ്യത്യാസം എന്താണ്? നെബുലൈസറിൽ നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ സ്റ്റീം ഇൻഹേലറിന്റെ മരുന്നുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല, ജസ്റ്റ് സ്റ്റീം ചെയ്യാൻ മാത്രമാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എക്കോ. ഓക്കെ, അടുത്ത എന്താണ്? എക്കോയാണ് കേട്ടോ. അത് തന്നെ അതിന് പറഞ്ഞാല് നാച്ചുറൽ സ്റ്റീം, അത്രയേ ഉള്ളൂ. വേറെ മെഡിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതാവില്ല. അപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ ഇങ്ങനെ ആവി എടുക്കുന്ന ഈ സംഭവത്തിലൊന്നും വേറെ മരുന്നുകളൊന്നും ചേർക്കരുതെന്ന് പറയുന്നേക്കാം. അങ്ങനെ ചേർക്കരുത്, അതിന് കേട് വരുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം, നെക്സ്റ്റ് വരുന്നതാണ് എക്കോ. എക്കോ എന്താണ്? അപ്പൊ അതിങ്ങനെ ചിന്തിച്ചാൽ മതി. എക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എക്കോ എന്ന് എപ്പോഴും നമ്മൾ പറയാം സൗണ്ട് അല്ലെ. എനിക്ക് പറഞ്ഞ കറക്റ്റ് ആണ്, ഹാർട്ട്, അതെനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് ചിലവർക്ക് ECG എക്കോ ഒക്കെ മാറിപ്പോവാറുണ്ട്. അപ്പൊ അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ പൊതുവെ എക്കോ എന്ന് പറയുന്ന വാക്ക് സൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ പറയുന്നത്. അപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് അൾട്രാ സൗണ്ട് വേവ്സ് ആണ് കേട്ടോ. അൾട്രാ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ്, ഹൃദയത്തിന്റെ ഇമേജ് എടുക്കുന്ന ആ ഒരു എന്താ പറയുക ടെസ്റ്റിനെയാണ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്കോ ടെസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ചിലവർക്ക്, എല്ലാവർക്കും എല്ലാം നിങ്ങൾക്ക് അറിയാം, ചിലവർ എനിക്ക് സംശയം വരാറുണ്ട്, ECG എക്കോയൊക്കെ ഒന്ന് തന്നെയാണോ? വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എക്കോ എന്ന് പറയുമ്പോൾ സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ അൾട്രാ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ പരിശോധന നടത്തുന്ന ഒരു സംവിധാനം, ഒരു ടെസ്റ്റ് ആണിത് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. The test is also known in the name of echocardiography. Echocardiography or diagnostic cardiac ultrasound. രണ്ടുപേരും അറിയപ്പെടുന്നുണ്ട്. എക്കോ എന്ന് പറയാം, എക്കോകാർഡിയോഗ്രഫി. കാർഡിയോ എന്ന് കേൾക്കുമ്പോൾ പിന്നെ നമുക്കറിയാലോ ഹൃദയ പരിശോധനയാണ്. ഓർ എന്ത് പറയാറുണ്ട്? ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നും പറയാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കാം, an echo uses sound waves to design the pictures of your heart's chambers, valves, and the blood vessels. That means aorta, arteries, and veins attached to your skin എന്നാണ് കേട്ടോ. സ്കിൻ അല്ല, സ്കിൻ എന്നാണ് കേട്ടോ. സ്കിന്നോടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇന്നത്തെ പറഞ്ഞാണ് എക്കോ എന്ന് പറയുമ്പോൾ അവിടെ അൾട്രാ സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഹൃദയത്തിന്റെ അറകള്, അതുപോലെ തന്നെ വാൽവുകള്, പിന്നെ ഹൃദയ ഭിത്തികള്, അതുപോലെ ഹൃദയത്തിനോടനുബന്ധിച്ചിട്ടുള്ള കറക്റ്റ് ആണ് അല്ലെ, ഹൃദയത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബ്ലഡ് വെസലുകൾ അല്ലെ, അതായത് അയോർട്ട, മഹാധമനി, അതുപോലെ ആർട്ടറി ധമനികളുണ്ട്, വെയിൻസ് ഉണ്ട്, സിരകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ എന്താണ്, ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ഒരു പ്രോബ് ഉണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അത് നമ്മുടെ സ്കിന്നിനോട് അറ്റാച്ച് ചെയ്ത്, സ്കാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. സ്കിന്നിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഹൃദയത്തിന്റെ അവകള്, വാൽവുകള്, ബ്ലഡ് വെസലുകള്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇമേജ് കാണാൻ സാധിക്കുന്നു കേട്ടോ. ഇമേജ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് മോണിറ്ററിലൂടെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇത് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം, എ പ്രോബ് കോൾഡ് എ ട്രാൻസ്ഡ്യൂസർ ഈസ് പാസ്ഡ് ഓവർ യുവർ ചെസ്റ്റ്. ഇതാണ് പ്രോബ്. പ്രോബ് അഥവാ സെൻസർ എന്നൊക്കെ പറയും, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും കേട്ടോ. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് ഒരു ഡിവൈസ് ആണ്. ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻടു അനദർ ഫോം. നമ്മൾ ഈ എനർജീനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, അതാണ് ട്രാൻസ്ഡ്യൂസർ അഥവാ പ്രോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അതാണ് ആ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. സൗണ്ട് വേവ്സിനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യാണ്? ഇമേജ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാണ് അല്ലെ. അതുകൊണ്ടാണ് കേട്ടോ.
അപ്പൊ a probe called a transducer. Okay, transducer that is passed over your ചെസ്റ്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്നത് കൃത്യമായിട്ട് എന്തിലൂടെ കാണാൻ പറ്റും, മോണിറ്ററിലൂടെ കാണാൻ സാധിക്കും. ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്കോ ടെസ്റ്റ് ക്ലിയർ ആണല്ലോ, അതിന് സംശയമൊന്നുമില്ലല്ലോ അതിനകത്ത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് EEG. ഓക്കെ, EEGയുടെ ഫുൾ ഫോം അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നത് കറക്റ്റ് ആണ് കേട്ടോ. അതിനാ ഇലക്ട്രോ എൻസെഫാലോഗ്രാം. എന്താണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാം? സെഫാലോ എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ECG പഠിച്ചത് എന്താ? അത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. EEG എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആണെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. ECG ഹാർട്ടിനാണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ EEG എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതി വെക്കാം ഇലക്ട്രോ എൻസെഫാലോഗ്രാം. അറിയുന്നവർ എഴുതണ്ട കേട്ടോ. നോക്കാം. EEG ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ that may be connected with the certain brain disorders. അതായത് നമ്മുടെ ഈ പറയുന്ന ചില ബ്രെയിൻ ഡിസോർഡേഴ്സ്, മസ്തിഷ്ക വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് അല്ലെ, തലച്ചോറിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസും മറ്റും എന്താണ് റെക്കോർഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത് EEG ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the measurements given by an EEG are used to verify various conditions including seizure disorders such as epilepsy, head injury, etc. പിക്ചറിൽ കാണാലോ. അപ്പൊ സാധാരണ നമ്മൾ EEG എന്തിനു ഉപയോഗിക്കും? നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചില കണ്ടീഷൻസ്, പ്രത്യേകിച്ച് അവർ പറയുന്നത് സീഷ്വർ ഡിസോർഡേഴ്സ് ആണ്. ദാറ്റ് മീൻസ് എപ്പിലെപ്സി, അപസ്മാരം എന്ന് പറയും കേട്ടോ. എപ്പിലെപ്സി കേട്ടിട്ടുണ്ടല്ലോ, അപസ്മാരം കേട്ടോ. അതാണ് സീഷ്വർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അതന്നെ അപസ്മാരം. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ ഫങ്ഷൻസിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അപസ്മാരം ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങൾ, അതുപോലെ ഹെഡ് ഇഞ്ചുറി, ഗുരുതരമായിട്ട് തലയ്ക്ക് പരിക്കേൽക്കുക, ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? EEG ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, ആ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അത്രയേ ഉള്ളൂ കേട്ടോ EEG. നെക്സ്റ്റ് വരുന്നതാണ് ഒഫ്താൽമോസ്കോപ്പ് കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. കാര്യം എളുപ്പമാണത്. ഓരോ എക്യുപ്മെന്റിനൊക്കെ ചോദ്യം അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ മാർക്ക് കിട്ടും. കാര്യം എന്താ വെച്ചാൽ എല്ലാം വ്യത്യസ്തമാണ്, പിന്നെ എളുപ്പമാണ് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒഫ്താൽമോസ്കോപ്പ്. ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒഫ്താൽമോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തായാലും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അല്ലെ. നോക്ക് പിക്ചർ നോക്കുക കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ് ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി. ഫണ്ടോസ്കോപ്പി എന്ന് പറയട്ടെ. ശരിക്കും ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞ ഉപകരണത്തിന്റെ പേരാണ്. അത് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയറിനെ നമ്മൾ ഒഫ്താൽമോസ്കോപ്പി എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ശരിക്കും ഇവിടെ ഒഫ്താൽമോസ്കോപ്പി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. ഒഫ്താൽമോസ്കോപ്പി ആൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി. അപ്പൊ മറ്റു പേരുകളൊക്കെ പഠിച്ചു വെക്കുന്നു കേട്ടോ. ഫണ്ടോസ്കോപ്പി. എന്നിട്ട് ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത് എന്താ അറിയോ? ഫണ്ടസ് ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിന്റെ ഫണ്ടസ് ഒബ്സർവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഫണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫണ്ടസ് എന്ന് പറഞ്ഞാൽ ബാക്ക് സർഫസ് ഓഫ് ദ ഐ ആണ് കേട്ടോ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും അകത്തുള്ള ലെയർ ആണ്, അകത്തുള്ള സർഫസ് ആണ്. ദാറ്റ് ഇൻക്ലൂഡിംഗ് റെറ്റിന ആൻഡ് അതർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ഈ പറയുന്ന ബ്ലഡ് വെസൽസുകള്, മറ്റ് നെർവുകള്, റെറ്റിന അതൊക്കെ ഉൾപ്പെടുന്ന കണ്ണിന്റെ ബാക്ക് ലെയർ സർഫസിനെയാണ് ഫണ്ടസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് ഈ പറയുന്ന കണ്ണിന്റെ ഫണ്ടസ് ഒന്നുകൂടെ പറയാണ് ബാക്ക് സർഫസ് ഓഫ് ദ ഐ ആണ് കേട്ടോ. ദാറ്റ് ഇൻക്ലൂഡിംഗ് റെറ്റിന ആൻഡ് അതർ ബ്ലഡ് നെർവുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഫണ്ടസ്. അപ്പൊ ഈ കണ്ണിന്റെ ഫണ്ടസ് ഒബ്സർവ് ചെയ്യാനും മറ്റുള്ള എന്താ പറയാ സ്ട്രക്ചറുകളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ് അഥവാ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. It is performed as a part of an eye examination and may be performed as a part of a
കസ്റ്റമറി ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പൊ പൊതുവെ ഇതൊരു കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൂടാതെ നമ്മുടെ പതിവായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫണ്ടോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. കണ്ടോ, പിക്ചറിൽ കണ്ടല്ലോ ഡോക്ടറുടെ കയ്യിലിരിക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ ഫണ്ടോസ്കോപ്പ് അഥവാ ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഹോൾട്ടർ മോണിറ്റർ. എന്താണ് ഹോൾട്ടർ മോണിറ്റർ? നമുക്ക് അത്ര പരിചയമുള്ള ആളായിരിക്കില്ല, ചിലർക്ക് അറിയാനുണ്ടാവും, പക്ഷെ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ ഹോൾട്ടർ മോണിറ്റർ. എന്താണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് അറിയാമോ? ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഹാർട്ടിന്റെ ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടാണ്. നമ്മൾ സാധാരണ ECG എടുക്കാറില്ലേ? ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട് റെക്കോർഡ് ചെയ്യും. അത് ഏതാനും മിനിറ്റുകൾ മാത്രമല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ECG എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം ഉണ്ടാവും, ഇല്ല ചിലപ്പോൾ കൂടി നിന്നൊരു 10 മിനിറ്റ്സ് അത്രയും മാത്രമല്ലേ നമ്മൾ ECG റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ ECG റെക്കോർഡ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അതായത് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഹൃദയത്തിന്റെ അതായത് ECG റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനം. ദാറ്റ് ഈസ് കോൾഡ് ഹോൾട്ടർ മോണിറ്റർ. അപ്പൊ ECG ഹോൾട്ടർ മോണിറ്റർ മാറി പോവാതിരിക്കാനാണ് ആദ്യം ഇത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹോൾട്ടർ മോണിറ്ററിന്റെ പ്രത്യേകത എന്താണ്? 24 മണിക്കൂർ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ECG റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് കൊണ്ട് നടക്കാതെ ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്ന രമേശ് പറയുന്നത് 72 hours വരെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ളൊരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതവിടെ എഴുതിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ ഹോൾട്ടർ മോണിറ്റർ ഇസ് എ പോർട്ടബിൾ ഡിവൈസ് which operates with the help of a battery. ശരിക്കും ബാറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു പോർട്ടബിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ക്യാരി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബെൽറ്റിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഒക്കെ ധരിക്കാൻ പറ്റുന്ന വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഒരു ബാറ്ററി സംവിധാനത്തോട് കൂടിയിട്ടാണ് ബാറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. It measures and records your heart functioning of ECG constantly. ആണ് റിമിഷ? ഓക്കെ ഓക്കെ, രമേശിക്ക് ഇതിനെ പറ്റി അറിയാം അല്ലെ? ഓക്കെ, അപ്പൊ നോക്കുക. ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട്സ് ഫംഗ്ഷനിങ് ഓർ ECG constantly for 24 to 48 hours or longer depending on the type of monitoring used. ഇങ്ങനെയുള്ള മോണിറ്ററിംഗ് ആണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ അതിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ ആ ടൈം ആണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. 24 hours തൊട്ട് 48 മണിക്കൂർ വരെ, ഇവൻ വിഷയ പറഞ്ഞ പോലെ 72 മണിക്കൂർ വരെയൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ECG റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. The instrument has the size of a small camera. കണ്ടോ, ചെറിയൊരു ക്യാമറയുടെ ഇത് റെക്കോർഡർ ആണ് കേട്ടോ. ശരിക്കും ഒരു ക്യാമറയുടെ വലുപ്പത്തിലുള്ള ഒരു റെക്കോർഡർ ആണ് ഇത്. നമുക്കൊരു ബെൽറ്റിലോ അല്ലെങ്കിൽ ഒരു ബെൽറ്റിലാണ് ഇത് വെച്ചേക്കുന്നത്, പോർട്ടബിൾ ആണല്ലോ. ഒരു ബെൽറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ രമേശ ബീഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഇത് ബെൽറ്റിലോ അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റിലോ ഒക്കെ ധരിക്കാവുന്നതാണ് കേട്ടോ. ഒരു ക്യാമറയുടെ വലുപ്പം മാത്രമേ ഉള്ളൂ. It has a wires with silver dollar size electrodes that fixed to your scale. അപ്പൊ ഇതിൽ കണ്ടോ ഇങ്ങനെയുള്ള ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. ഇത് നമ്മുടെ ചെസ്റ്റിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഹാർട്ട് ബീറ്റുകൾ, ഹാർട്ടിന്റെ ECG കൃത്യമായിട്ട് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. പിന്നെ ആ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് ഈ റെക്കോർഡർ റിമൂവ് ചെയ്തിട്ട് ആ ഹാർട്ടിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാര്യം നമ്മളിപ്പോ ECG എടുത്താലും അതുപോലെ EEG ഒക്കെ എടുത്തു കഴിഞ്ഞാലും വളരെ ചെറിയൊരു സെക്കൻഡ് ഓഫിലെ വേരിയേഷൻസ് ഒക്കെ കിട്ടിയാലായി ചിലപ്പോൾ ആവില്ല. ചില ആളുകൾക്ക് എന്താ പറയാ ചെസ്റ്റ് പെയിൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു സ്പോട്ടിൽ ആ ഒരു ടൈമിലായിരിക്കും ECG ചിലപ്പോൾ വേരിയേഷൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ചിലപ്പോൾ എടുക്കുമ്പോൾ ആ വേരിയേഷൻ വലിയ കാര്യമായിട്ട് ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. മനസ്സിലായോ? ചിലപ്പോൾ ചില ഫൈനൽ സെക്കൻഡിലൂടെയോ ചെറിയ വേരിയേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. അപ്പൊ ECG അങ്ങനെ ചിലത് നമുക്ക് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഇത്ര ടൈമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാരണമുണ്ട് കുറെ കൂടെ നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഏത് സമയത്ത് എപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹോൾട്ടർ മോണിറ്റർ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ECG എന്നുള്ള വ്യത്യാസമൊക്കെ മനസ്സിലായില്ലേ? അടുത്ത നോക്കാം കേട്ടോ, കാർഡിയൻ ടേബിൾ.
പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർഡിയാക് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ടേബിൾ ആയിരിക്കും അല്ലെ. നോക്കാം. A table in the hospital for the patient's use when hospitalized. അത്രയേ ഉള്ളൂ. അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ടേബിൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ബെഡ് ടേബിൾ സെറ്റ് ഇൻ ഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ്. പിക്ചറിനകത്ത് പില്ലോ കൊടുത്തിട്ടില്ല, പക്ഷെ ബെഡ് ടേബിൾ സെറ്റ് ഇൻ ഫ്രണ്ട് വിത്ത് എ പില്ലോ ഓൺ ഇറ്റ്. ദ പേഷ്യൻസ് ക്യാൻ ഇൻക്ലൈൻ ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്. അപ്പൊ ചില ടേബിളിൽ പില്ലോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പില്ലോ ടേബിൾ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രോഗിക്ക് മുന്നോട്ട് ആഞ്ഞിരിക്കാനും ചെരിഞ്ഞു കിടക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ്. ഇപ്പൊ പില്ലോ ഇല്ലാത്ത ടേബിൾസ് ആണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനോ റൈറ്റിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറെയൊക്കെ നമ്മൾ കിടത്താറുണ്ട് അല്ലെ. കിടക്കുന്ന ഒരു ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ടേബിളാണ് കേട്ടോ. ചില സമയത്ത് നമ്മളോടൊന്നും കിടക്കണം എന്നൊക്കെ പറയില്ല, അപ്പൊ അതിനോട് ചേർന്ന് ചെറിയൊരു ടേബിൾ ഉണ്ടാവും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില ടേബിളിൽ പില്ലോ ഉണ്ടാവും. അപ്പൊ ആ ടേബിളിന് പ്രത്യേകതയുണ്ട്. ആ ടേബിളില് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞിരിക്കാനും ചെരിഞ്ഞു കിടക്കാനൊക്കെ സൗകര്യമുള്ള ഒരു ടേബിളാണ്. പില്ലോ ഇല്ലാത്ത ടേബിൾ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ഇതിനൊക്കെ റൈറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം. യൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ. പ്രത്യേകിച്ച് എന്താ പറയാ, ഹൃദ്രോഗ സംബന്ധമായിട്ട് ഹൃദ്രോഗമുള്ള ആൾക്കാര്, ആസ്മ പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കായിട്ടാണ് പൊതുവെ ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേരിൽ കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് EMG. എന്താണ് EMG? നമ്മൾ ECG പഠിച്ചു, EEG പഠിച്ചു. പുതിയ ഒരാളാണ് എന്ത്? EMG. എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി. എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി. മയോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചതാണ്. മയോ എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മസിൽ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ആദ്യ അനുശ്രുതി. മസിലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ. മയോകാർഡിയം, ഹൃദയത്തിന്റെ പേശികളെ നമ്മൾ മയോകാർഡിയം എന്നാണ് പറയുക അല്ലെ. ഓക്കെ, അതുപോലെ മയാൾജിയ അല്ലെ, പെയിൻ ഓഫ് മസിൽസ് അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ മയോ. അപ്പൊ നോക്കുക, ഇലക്ട്രോ മയോഗ്രഫി, മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവ്സ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. അപ്പൊ പ്രധാനമായിട്ടും ഇതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പ് ഓഫ് മസിൽസുകൾ ഉണ്ട് അല്ലെ, പേശികളുണ്ട്. അപ്പൊ ഇത്തരം പേശികളെയും അവയെ നിയന്ത്രിക്കുന്ന എന്താ പറയാ നാഡീകോശങ്ങളിലേക്ക് വിലയിരുത്താനും അതിന്റെ ആരോഗ്യവും മറ്റുമൊക്കെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എന്ത്? ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നോക്കാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോ മയോഗ്രഫി, മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. ഓക്കെ, the test is used to help find neuromuscular deformity in the course of the test. അപ്പൊ ടെസ്റ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ പേശികളെ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന എന്താ പറയുക നാഡീകോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അല്ലെ, ഡിസോർഡേഴ്സുകളൊക്കെ ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു. പിന്നെന്താണ്? One or more small needles, also called electrodes, are connected through the skin into the muscle. അപ്പൊ ഇവിടെ ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയുള്ള ഇലക്ട്രോഡാണ്? നീഡിൽ ലൈക്ക് ഇലക്ട്രോഡ്സ് ആണ് കേട്ടോ. അത്രയും തിന്നായിട്ടുള്ള ഇലക്ട്രോഡുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നീഡിൽ ലൈക്ക് ഇലക്ട്രോഡ്സുകള് നമ്മൾ സ്കിന്നിലൂടെ മസിലിലോട്ട് കണക്ട് ചെയ്യും അല്ലെ. സ്കിൻ ത്രൂ സ്കിന്നിലൂടെ നമ്മൾ മസിലുമായിട്ട് കണക്ട് ചെയ്യുകയും മസിലിന്റെ പ്രശ്നങ്ങള്, നെർവ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ECG, EMG, അതുപോലെ EEG, ഇത്രയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അടുത്തതാണ് എയർവേ. എന്താണ് എയർവേ? എയർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം നോക്കുക, സ്റ്റെതസ്കോപ്പ്, എയർവേ കണ്ടോ? ഇങ്ങനെയുള്ള ട്യൂബ്സ് കണ്ടോ? ഇതാണ് എന്ത്? എയർവേ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ്. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. എയർവേ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? അഡ്ജന്റ്. ഓക്കെ, ചില നമ്മള് ക്രാഷ് കാർട്ട് പറഞ്ഞപ്പോ പോർട്ട് കാർട്ട്, മാക്സ് കാർട്ട് എന്നൊക്കെയുള്ള പേരുകളുണ്ട് കേട്ടോ. അതുപോലെ ഓരോന്നിനും വ്യത്യസ്തങ്ങളായ പേരുകളൊക്കെ ഉള്ള നോട്ട് ചെയ്ത് വെക്കുക. ഒഫ്താൽമോസ്കോപ്പിന് ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എയർവേന് പറയുന്ന മറ്റൊരു പേരാണ് അഡ്ജന്റ് കേട്ടോ. അഡ്ജന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. എന്തായിരിക്കും? അതായത് ഒരു പേഷ്യന്റിന്റെ എയർവേ, ശ്വാസനാളം എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട്
നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സർജറി ഒക്കെ ചെയ്യില്ലേ, പേഷ്യൻസിന് അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യന്റിന്റെ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സർജറിക്ക് പ്രൊസീജിയറിന്റെ ഇടയിൽ ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവരുടെ എയർവേ എന്ത് ചെയ്തിരിക്കണം, ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന എയർവേ ഓർ അഡ്ജന്റ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ tongue from wrapping the epiglottis, which could prevent the person from breathing. അപ്പൊ ഇവിടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അല്ലെ, എന്താണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശ്വാസനാളത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസനാളം ഉണ്ടല്ലോ, ആ ശ്വാസനാളത്തിന്റെ എൻട്രൻസ് ഭാഗത്ത്, അതിന്റെ പ്രവേശന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. എന്ന് വെച്ചാൽ അടപ്പ് പോലെ, നടയും തുറക്ക് പടയും തുറക്ക്, അങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഒരു തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ശ്വാസനാളത്തിന്റെ എൻട്രൻസ് ഭാഗത്ത് കേട്ടോ. നമ്മുടെ ശ്വാസനാളത്തിന്റെ തുടക്ക ഭാഗത്ത്, പ്രവേശന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ, തരുണാസ്ഥി നിർമ്മിതമാണ്. ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോ ഈ എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, നമ്മുടെ അന്നനാളവും അല്ലെ, നമ്മുടെ ഭക്ഷണം കടന്നു പോകുന്ന അന്നനാളം ഈസോഫാഗസും നമ്മുടെ ശ്വാസനാളവും ഒരേ സ്ഥലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ആരംഭിക്കുന്ന ഒരേ സ്ഥലത്ത് നിന്നാണ്. അപ്പൊ ഈ എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മറ്റ് ദ്രാവകങ്ങള് അതായത് ശ്വാസനാളത്തിലോട്ട് കടക്കാതെ എന്താണ് വേർതിരിക്കുക, അന്നനാളത്തിൽ നിന്നും ശ്വാസനാളത്തിനെ വേർതിരിക്കുന്ന ആളാണ് ആര്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടേക്ക് പോകരുത്? ശ്വാസനാളത്തിലോട്ട് പോകരുത്, അത് അന്നനാളത്തിലോട്ടാണ് പോകേണ്ടത്. കാരണം രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഭാഗത്ത് നിന്നാണ്. അപ്പൊ ഈ അന്നനാളത്തിനെ ശ്വാസനാളത്തിനെ വേർതിരിക്കുന്ന, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും ദ്രാവകങ്ങളും ശ്വാസനാളത്തിലോട്ട് പോകാതെ അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് കടക്കാതെ പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ കടക്കാതെ സംരക്ഷിക്കുന്ന ഒരു ഭാഗം എപ്പിഗ്ലോട്ടിസ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ എപ്പിഗ്ലോട്ടിസ് ഫംഗ്ഷൻ, എയർവേ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ സർജറിയുടെ സമയത്താണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. നമ്മൾ ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് അനസ്തേഷ്യ മറ്റൊക്കെ കൊടുക്കില്ല. അപ്പൊ രോഗി മിക്കവാറും അബോധാവസ്ഥയിലായിരിക്കും. ആ സമയത്ത് നമ്മുടെ നാവ്, നമ്മുടെ ടങ്ക് ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസിനെ വന്ന് കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എപ്പിഗ്ലോട്ടിസിനെ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസനാളം അടഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു ടങ്കിനെ, നമ്മുടെ നാക്കിനെ എപ്പിഗ്ലോട്ടിസിനെ റാപ്പ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിലൂടെയാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ എയർവേ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ എയർവേ കടത്തുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിവെന്റിംഗ് ദ ടങ്ക് ഫ്രം റാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിസ്. ടങ്ക് വന്ന എപ്പിഗ്ലോട്ടിസിനെ പൊതിയുന്നതിൽ നിന്ന് അത് പ്രിവെന്റ് ചെയ്യാണ് എയർവേ. കാര്യം അങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം ബ്രീത്തിങ്. ഈ നാക്ക് വന്ന എപ്പിഗ്ലോട്ടിസിലെ കവർ ചെയ്തിരുന്നു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ബ്രീത്തിങ് സ്റ്റോപ്പ് ആയിപ്പോ. അപ്പൊ അങ്ങനെ പ്രശ്നം വരാതിരിക്കാനാണ് എയർവേ ഘടിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസനാളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ശ്വാസകോശത്തിലോട്ട് കടക്കാതെ അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ആളാണ് അത് എപ്പിഗ്ലോട്ടിസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബോധമുള്ള സമയത്തല്ല അതിങ്ങനെയൊക്കെ എയർവേ നമ്മൾക്ക് വെക്കുക. സാധാരണ ഇങ്ങനെ അബോധാവസ്ഥയിലുള്ള സർജറി ഒക്കെ ചെയ്യുന്ന നമുക്ക് ആ അനസ്തേഷ്യ തരില്ല. അനസ്തേഷ്യ തരുന്നതോടുകൂടി നമ്മുടെ ആ ബോധം പറയുന്നതിനോടൊപ്പം ഒരു എയർവേ കയറ്റും. നമ്മുടെ വായിലൂടെ എയർവേ ഇറക്കി വിടും അവര്. എന്നുവെച്ചാൽ അപ്പോഴേക്കും നമ്മള് അബോധാവസ്ഥയിലായിട്ടുണ്ടാവും, അപ്പോഴേക്കും കയറ്റും അവര്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയർവേ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്കവാറും സർജറി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഈ എയർവേ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇങ്ങനെ ഭക്ഷണം, വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ചെറിയൊരു പെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സംഭവം ഇറക്കി വിട്ടിട്ടാണ് കേട്ടോ. ഓക്കെ, വെച്ചിരുന്നു അല്ലെ. ഓക്കെ, ഏത് സമയത്ത് വിനീഷ വെച്ചത്? ഏത് ടൈമിലായിരുന്നു? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് PFT ട്ടോ. PFT എന്താണ്? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. എന്താണ് പൾമണറി എന്ന് പറയുന്നത്? എന്തായാലും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതന്നെ അല്ലേ. ഓക്കെ, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആർ എ കളക്ഷൻ ഓഫ് ടെസ്റ്റ്
that measure how ably your lungs work. നിങ്ങളുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൂട്ടം ടെസ്റ്റുകളെയാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അഥവാ PFT എന്ന് പറയുന്നത്. നമുക്ക് ഈ ശ്വാസം മുട്ടല് അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ആദ്യം വരുന്ന തരം കുറഞ്ഞില്ലെങ്കിൽ PFT ചെയ്യാൻ പറയും അല്ലെ, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അതന്നെ TFT പോലെ തന്നെ PFT ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. This contains how well you are capable of breathing and how effective your lungs are able to bring oxygen. Okay, അഞ്ജലി ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അറിയാലോ, അതായത് this contains how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ട്, എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ശ്വാസകോശത്തിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് PFT-യിലൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സർജറിയുടെ സമയത്താണ് വിനീഷയ്ക്ക് എയർവേ വെച്ചത് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ പറഞ്ഞത് PFT എന്താണെന്നുള്ളത്. നെക്സ്റ്റ് വരുന്ന ആളാണ് യൂറോഫ്ലോമീറ്റർ കേട്ടോ. യൂറോഫ്ലോമീറ്റർ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും, യൂറിന്റെ ഫ്ലോ ഉണ്ടല്ലോ അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. യൂറോഫ്ലോമെട്രി, യൂറിൻ ഫ്ലോ തന്നെ. യൂറോഫ്ലോമെട്രി is a diagnostic test which is used to measure the flow of urine in the course of urination. അതായത് യൂറിനേഷൻ സമയത്ത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു യൂറിന്റെ ഫ്ലോ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എന്ത്, യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിനെ നമ്മൾ എന്ത് പറയും, യൂറോഫ്ലോമീറ്റർ എന്ന് പറയും. ഓക്കെ, the speed of urine flow is calculated electronically and evaluated how well the urinary tract works. കേട്ടോ, അപ്പൊ ഇവിടെ യൂറിന്റെ സ്പീഡ് ഉണ്ടല്ലോ അത് ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയും എത്രത്തോളം നന്നായിട്ട് യൂറിനറി ട്രാക്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ യൂറോഫ്ലോമീറ്റർ. അഥവാ ആ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ നമ്മൾ യൂറോഫ്ലോമെട്രി എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്താണ്? ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്, ബൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ഐപീസ് ലെൻസ് ഉണ്ട് കേട്ടോ. രണ്ട് ഐപീസ് ലെൻസുകൾ ഒരേ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. രണ്ടെണ്ണം ഉണ്ടാവും. ഓക്കെ, the base is the support mechanism. This is the support mechanism. Binocular microscope is a microscope with a head that has a two eyepiece lenses. അതുകൊണ്ട് ബൈ എന്ന് പറയുന്നത് അല്ലെ, രണ്ട് ഐപീസ് ലെൻസ് ഉണ്ട്. സാധാരണ നമ്മള് ചില ലാബുകളിൽ സിംഗിൾ ഐപീസ് ഉള്ള മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഹൈ പവർ ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന രണ്ട് ഐപീസ് ലെൻസുകളാണ് ഇതിനുള്ളത്. അതും ഒരു ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് അവര് സ്പെസിമെനെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കണ്ണുകളും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് എന്തിനു കാണാൻ പറ്റും, സ്പെസിമെനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. At present, binocular is generally used to refer to compound or high power microscope. സാധാരണ നമ്മളിപ്പോ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, കാരണം ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഐപീസ് ലെൻസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഹൈ പവർ മൈക്രോസ്കോപ്പുകളെയൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് തന്നെയാണ് കേട്ടോ. The two eyepieces view through a single objective lens. നമുക്ക് രണ്ട് കണ്ണുകളും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് രണ്ട് ഐപീസ് ലെൻസുകളിലൂടെ ഇവിടെ ഒരു ഒറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിമെനിന്റെ 3D ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കണ്ണടച്ചു പിടിച്ച് കാണുന്ന പോലെയല്ല, രണ്ട് കണ്ണുകൾ ഒരേ സമയം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വസ്തുവിന്റെ സ്പെസിമെന്റെ കൃത്യമായിട്ടുള്ളൊരു 3D ഇമേജ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് രണ്ട് ഐപീസ് ലെൻസുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രിഫ്യൂജ്. ഇതാണ് സെൻട്രിഫ്യൂജ് ആണ് കേട്ടോ. സെൻട്രിഫ്യൂജ് സാധാരണ നമ്മൾ എവിടെ ഉപയോഗിക്കുന്ന അറിയോ, ലബോറട്ടറികളിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് അവിടെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്ത പല കമ്പോണൻസുകളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം, ബ്ലഡ് ബാങ്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, സെൻട്രിഫ്യൂജ് ശരണ്യ പറഞ്ഞു ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. A centrifuge is a laboratory instrument that is used to separate fluids
gases or liquid. Underline ചെയ്തിരിക്കുക എളുപ്പമാണ്. ഫ്ലൂയിഡ്സ്, ഗ്യാസുകള്, അല്ലെ മറ്റ് ലിക്വിഡ്സുകള്, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ട്ടോ. ഡെൻസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ ലിക്വിഡ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡെൻസിറ്റി സാന്ദ്രതയെ ബേസ് ചെയ്തിട്ടാണ്. Separation is attained by spinning a vessel that contains material at high speed. The centrifugal force propels heavier materials to the outside of the vessel. അപ്പൊ ഒന്നുമില്ല, ഒരു സെൻട്രിഫ്യൂജ് ആണ്. ഇതിനകത്ത് കണ്ടോ ഒരു സ്പിന്നിങ് വെസൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു വെസൽ, അങ്ങനെ ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഒരു വെസൽ ഉണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ്സുകൾ നമ്മൾ അതിനകത്ത് വെക്കുന്നു. ദെൻ അത് നമ്മൾ കറക്കുകയാണ്, സ്പിൻ ചെയ്യാണ്. അപ്പൊ അങ്ങനെ നല്ല ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ അതന്നെ വാഷിംഗ് മെഷീൻ പോലെ കുറച്ച് വാഷിംഗ് മെഷീൻ പറയുമ്പോ വെച്ച് കറക്കിയ അത് സെപ്പറേറ്റ് ഓക്കെ ശരി. അതായത് നമ്മള് ഈ പറയുന്ന ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ശരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പുറത്തോട്ട് തെറിക്കാനുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. സെൻട്രിൽ നിന്ന് പുറത്തോട്ട് തെറിച്ചു പോകാനുള്ള ഒരു എന്താ വെച്ചാൽ ബ്ലഡ് വെച്ച് അത് പ്ലാസ്മ ഓക്കെ 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 കൂടുതലും ബ്ലഡ് ബാഗിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ വരുന്ന ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ആയിട്ട്, അതായത് ഇങ്ങനെ സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ആ സെന്ററിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് അതിന് പറയുക. അപ്പോ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഹെവിയർ മെറ്റീരിയൽസ് ദാറ്റ് മീൻസ് ഡെൻസിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയൽസ്, ഹെവിയർ മെറ്റീരിയൽസ് ദാറ്റ് ഈസ് പുഷ്ഡ് ഔട്ട്വേർഡ്, അത് പുറത്തോട്ട് തള്ളിപ്പോകും. ലൈറ്റർ ആയിട്ടുള്ള ദാറ്റ് മീൻസ് ഡെൻസിറ്റി കുറഞ്ഞ മെറ്റീരിയൽസുകൾ ഏകദേശം സെന്ററിലൂടെ അടുത്ത് വരും. സെപ്പറേഷൻ ആയില്ലേ ഇവിടെ. ഇപ്പൊ ശരണ്യ പറഞ്ഞ പോലെ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതാണ് കേട്ടോ. അപ്പൊ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. ഫ്ലൂയിഡ്സ്, ഗ്യാസസ്, മറ്റ് ലിക്വിഡ്സുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ്. എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിനൊരു സ്പിന്നിങ് വെസൽ ഉണ്ട്. അത് ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം ഡെൻസിറ്റി കൂടി ഹെവിയർ മെറ്റീരിയൽസ് ദാറ്റ് ഈസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ വെസൽ അല്ലെ, അത് പുറത്തേക്കും, ലൈറ്റർ ഡെൻസിറ്റി കുറഞ്ഞത് ഏകദേശം സെന്ററിനോട് ചേർന്ന് വരും. ഡെൻസിറ്റി കൂടിയത് ഇങ്ങനെ അകലേക്ക് പുറത്തോട്ടായിട്ട് പോകും. അപ്പൊ അവിടെ സെപ്പറേഷൻ നടന്നല്ലോ. സോ ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിഫ്യൂജ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മിനി റോട്ടറി ഷേക്ക് കേട്ടോ. ഇതാണ് മിനി റോട്ടറി ഷേക്ക്. സാധാരണ നമ്മള് ഷേക്ക് അടിക്കാന്ന് പറയില്ലേ, ഷേക്ക് അടിക്കുമ്പോ ഇങ്ങനെ എല്ലാം കൂടി ഒരു മിക്സിംഗ് ആണല്ലേ. അത് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത് കേട്ടോ. It helps to mix fluids in test tubes and glass vessels of different volumes. Okay, different volumes ഉള്ള ഗ്ലാസ് വെസലുകള്, അതുപോലെ മറ്റേ എന്താ പറയാ ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ ഫ്ലൂയിഡ്സുകള് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇത് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. പിക്ചർ നോക്കുക. These shakers find applications in pathology, microbiology, chemistry, molecular biology. ഈ പറയുന്ന മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫീൽഡിൽ ഉപയോഗിക്കുന്നത്? കൂടുതലും ലാബുകളിൽ തന്നെയാണ്. ഒട്ടുമിക്കപ്പെട്ട എല്ലാ ലാബുകളിലും അത് ഉപയോഗിക്കുന്നുണ്ട്. പാത്തോളജി ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്. പാത്തോളജി ലബോറട്ടറി നമുക്ക് അറിയാമല്ലോ, ഈ പറയുന്ന സെല്ലുകള്, ബ്ലഡ്, ടിഷ്യൂസ് ഇതൊക്കെ എന്താണ് പരസ്പരം മിക്സ് ചെയ്യാനും മറ്റുമായിട്ട് പാത്തോളജി ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോബയോളജി ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സൊല്യൂഷൻസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്നതിനായിട്ട് കെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. മോളിക്യുലാർ ബയോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. DNA, RNA അതൊക്കെ മിക്സ് ചെയ്യാൻ മറ്റുമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ റോട്ടറി ഷേക്ക് എന്ന് പറയുന്ന പർപ്പസ് എന്താണ്? It is used to mix the fluids in test tubes or glass vessels of different volumes. Clear ആണല്ലോ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ട്രെഡ്മില്ല് കേട്ടോ. ട്രെഡ്മില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെഡ്മിൽ ടെസ്റ്റ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. പഠിച്ചു വെക്കണേ. TMT ടെസ്റ്റ് എന്നൊക്കെ പറയും. TMT ടെസ്റ്റ് എഴുതി തരാറുണ്ട് ഡോക്ടേഴ്സ് അല്ലെ. ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ മറ്റൊരു പേരെന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്.
എന്താണ് ഇങ്ങനൊരു ട്രെഡ്മില്ലിന്റെ അടുത്ത് ഓടിക്കും അല്ലെ, ആദ്യം പതുക്കെ സ്പീഡ് കുറച്ച് ആദ്യം നടക്കുന്ന പോലെ സ്പീഡ് കൂട്ടി 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 നല്ല ഓടുന്ന ഒരു പരുവത്തിലേക്ക് ആവില്ല. അങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആൾസോ നോൺ എസ് എ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ട്രെഡ്മിൽ ടെസ്റ്റ് ഈസ് ആൾസോ നോൺ എസ് എ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് that evaluates the heart's capacity to respond to external stress in a controlled clinical environment. അതായത് നമ്മളൊരു കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റില് നമ്മളൊരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട്, ദാറ്റ് മീൻസ് ഒരു എക്സസൈസ് ആവാം, ഓട്ടമോ ചാട്ടമോ നടത്തോ, അതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനാണ് കൂടുതൽ അവിടെ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഹാർട്ടിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിലൂടെ കണ്ടെത്തുന്നത്. ഹാർട്ടിന് എത്രത്തോളം താങ്ങാൻ പറ്റുന്നതാണ് സ്ട്രെസ്സിന്. നമ്മൾ ഓടുമ്പോ, നമ്മൾ ശരിക്കും ഓടുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് വരുന്നത് ഹാർട്ടിനാണ് ശരിക്കും. ഓക്കെ, ആ ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരണം അല്ലെ. അപ്പൊ ഈ പറയുന്ന ആ ഒരു കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട്, ദാറ്റ് മീൻസ് എക്സസൈസ്, ഓട്ടം ചാട്ടം നടത്തം അങ്ങനെയൊക്കെയുള്ളൊരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോടുള്ള ഹാർട്ടിന്റെ റെസ്പോൺസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് അവിടെ പരിശോധിക്കുന്നത്. These stress response is pursued by exercise or by drug stimulation. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്നാണ് കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഈ സ്ട്രെസ് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ബൈ ഡ്രഗ് സ്റ്റിമുലേഷൻ, ഡ്രഗ്സ് കൊടുത്തുകൊണ്ട് ഒരു ഡ്രഗ് സ്റ്റിമുലേഷനിലൂടെ സ്ട്രെസ് കൊടുക്കാം, അല്ലെങ്കിൽ എക്സസൈസോ മറ്റെന്തെങ്കിലും കൊടുക്കണം. സാധാരണ രീതിയിൽ നമ്മൾ DMT ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടേക്ക് ഇലക്ട്രോഡ്സോ മറ്റോ ഒക്കെ കണക്ട് ചെയ്തു, എന്നിട്ട് സ്പീഡ് കൂട്ടും. നമ്മൾ അവിടെ പിടിച്ചിങ്ങനെ ആദ്യം നടക്കും, പിന്നെ അതിങ്ങനെ സ്പീഡ് കൂട്ടി 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 ഇങ്ങനെ കൊണ്ടുവരും അല്ലെ. അപ്പൊ നമ്മുടെ ഹാർട്ടിന് എത്രത്തോളം ആ സ്ട്രെസ്സിനെ താങ്ങാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അതിലൂടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് ട്രെഡ്മിൽ ടെസ്റ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലൂക്കോമീറ്റർ. ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നവരുണ്ടാവും അല്ലെ. ഓക്കെ, എന്തായിരിക്കും നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോമീറ്റർ. A glucose meter is a medical equipment which is used to determine the proper concentration of glucose in the blood. അല്ലെ, നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ശരിയായ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ആൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ immersed into a substance and measured to the glucose chart. അപ്പൊ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും ചില സ്ട്രിപ്പുകൾ ഉണ്ട് അല്ലെ, ഒരു ഗ്ലൂക്കോസ് സ്ട്രിപ്പുകൾ ഉണ്ട്. ഈ സ്ട്രിപ്പുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ കൈയുടെ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വരും. ചെറുതായിട്ട് സ്പീഡിൽ കാര്യങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ട്. ജസ്റ്റ് പ്രിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രിപ്പ് ഉണ്ട് അല്ലെ, ആ സ്ട്രിപ്പ് ഈ ഒരു ഗ്ലൂക്കോമീറ്ററിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ ആ ബ്ലഡ് പ്രിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ കറക്റ്റ് റീഡിങ് അവിടെ കാണിക്കണം. പിക്ചർ കണ്ട ഇതാണ് ഗ്ലൂക്കോസ് സ്ട്രിപ്പ് കേട്ടോ. ദാറ്റ് സ്ട്രിപ്പ് ഇമേഴ്സ്ഡ് ഇൻടു എ സബ്സ്റ്റൻസ്, ദാറ്റ് മീൻസ് ഇമേഴ്സ്ഡ് ഇൻടു ബ്ലഡ്. ജസ്റ്റ് ബ്ലഡിൽ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നു, ദെൻ മെഷർഡ് ടു ദ ഗ്ലൂക്കോസ് ചാർട്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു അല്ലെ. അത്രയുള്ളൂ. ഗ്ലൂക്കോസ് മീറ്റർ അറിയാം, ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയും, ഗ്ലൂക്കോമീറ്റർ എന്നും പറയും. രണ്ടും ശരിയാണ് കേട്ടോ. ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയാം, ഗ്ലൂക്കോമീറ്റർ എന്നും പറയാം. ഓക്കെ, അടുത്തതാണ് ഇൻഫ്യൂഷൻ പമ്പ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിറിഞ്ച് പമ്പിനെ പറ്റി പഠിച്ചത് ഓർമ്മയുണ്ടോ? അതും ഇത് തമ്മിൽ മാറിപ്പോകും കേട്ടോ. ഇത് ഇൻഫ്യൂഷൻ പമ്പാണ്, ഇത് സിറിഞ്ച് ഇല്ല, അതിനകത്ത് സിറിഞ്ച് ഉണ്ട്, അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. രണ്ടും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ഈ പറയുന്ന മെഡിസിൻസ് മറ്റു ഫ്ലൂയിഡ്സുകളൊക്കെ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് രണ്ടും ഉപയോഗിക്കുന്നത്. സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്, ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നത് സെയിം കാര്യങ്ങൾക്ക് തന്നെയാണ്. വ്യത്യാസം എന്താന്ന് വെച്ചാല് സിറിഞ്ച് പമ്പില് നമ്മൾ പറഞ്ഞ എന്താ, ചെറിയ വോള്യത്തില് ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഫ്ലൂയിഡുകൾ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടാണ് സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത് കുറെ കൂടെ ലാർജർ വോള്യത്തിലൊക്കെ നമുക്ക് ഫ്ലൂയിഡ്സുകൾ മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്യേണ്ടതായിട്ട് വരില്ലേ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫ്യൂഷൻ പമ്പാണ്. വ്യത്യാസം മനസ്സിലിരുന്നാൽ മതി കേട്ടോ. വേറെ വ്യത്യാസം അത് മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സിറിഞ്ച് പമ്പിനകത്ത് ഒരു സിറിഞ്ച് ഉണ്ടായിരിക്കും, അതൊരു വ്യത്യാസമാണ്. പിന്നെ സിറിഞ്ച് പമ്പിന് വളരെ ചെറിയ വോള്യത്തിലാണ് നമ്മൾ ഫ്ലൂയിഡ്സുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ ലാർജ് വോള്യത്തിലൊക്കെ മെഡിസിൻസ് ഫ്ലൂയിഡ്സുകളൊക്കെ ഇൻഫ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഇൻഫ്യൂഷൻ പമ്പാണ് കേട്ടോ. ഓക്കെ, നമുക്ക് an infusion pump injects
ഫ്ലൂയിഡ്സ് എഡ്യൂക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ടു എ പേഷ്യൻസ് സർക്കുലേറ്ററി സിസ്റ്റം കേട്ടോ. ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് ഫ്ലൂയിഡ്സുകള്, മറ്റ് പോഷകാംശങ്ങൾ അല്ലെ, ഫ്ലൂയിഡുകൾ, മെഡിക്കേഷൻസുകള്, ഇതെല്ലാം തന്നെ ഇൻഫ്യൂസ് ചെയ്ത് ഇൻജെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് intravenously, although subcutaneous, arterial and sometimes used for the epidural infusion. അപ്പൊ നമ്മളിത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, ഇൻഫ്യൂഷൻ പമ്പ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻട്രാവെനസ്ലി, IV ആയിട്ട് ഉപയോഗിക്കാം. ഇൻട്രാവെനസ്ലി എന്ന് പറഞ്ഞാൽ ഇൻടു ദ വെയിൻ, നേരിട്ട് വെയിനിലോട്ട് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്. സബ്ക്യൂ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ അടിയിലോട്ടൊക്കെ നേരിട്ട് അങ്ങനെ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. അതുപോലെ ആർട്ടീരിയൽ ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യാം, നേരിട്ട് നമുക്ക് ആർട്ടറി ധമനിയിലോട്ട് നേരിട്ട് ഇൻഫ്യൂസ് ചെയ്യാം. ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ, എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ഉപയോഗിക്കാം. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമ്മുടെ സ്പൈൻ ഉണ്ടല്ലോ, സ്പൈനൽ കോഡ്, അതിന് ചുറ്റുമുള്ള അതിന് കറക്റ്റ് ആണ്. സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ്. പ്രത്യേകിച്ച് നമ്മൾ സിസേറിയൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്പൈനലിന്റെ അവിടേക്കാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് നമ്മുടെ എപ്പിഡ്യൂറൽ സ്പേസ്, സ്പൈനിന് ചുറ്റുമുള്ള ഒരു സ്പേസ് ആണ് എപ്പിഡ്യൂറൽ. അവിടേക്കാണ് ഈ ഡെലിവറി. അതന്നെ സിസേറിയൻ ചെയ്യുമ്പോൾ വളച്ചേര് കിടക്കില്ല, എന്നിട്ട് നട്ടലിനാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് ഈ എപ്പിഡ്യൂറലിലോട്ടാണ്, എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ശ്രീലക്ഷ്മി? എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ സ്പൈൻ ഉണ്ടല്ലോ, നട്ടല്, അതിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ധാരാളം നെർവുകള്, ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തിനെയാണ് നമ്മള് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ട് അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ. സ്കിന്നിന്റെ താഴത്തെ ലെയർ കേട്ടോ, സ്കിന്നിന്റെ താഴെയിലോട്ട്, സ്കിന്നിന്റെ ഉള്ളിലുള്ള ലെയറിലോട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫ്യൂഷൻ നടത്താം. ഇൻട്രാവെനസ് ഇൻഫ്യൂഷൻ നടത്താം, IV നേരിട്ട് വെയിനിലോട്ട് കയറ്റി വിടാം. അതുപോലെ സബ്ക്യൂട്ടേനിയസ്, വെയിനല്ല സ്കിന്നിന്റെ അടിയിലോട്ട്. അതുപോലെ ആർട്ടീരിയൽ, നേരിട്ട് ആർട്ടറിയിലൂടെ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. പിന്നെ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷനും സാധിക്കാം. ഈ രീതിയിലൊക്കെയാണ് ഇൻഫ്യൂഷൻ പമ്പുകൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനിയൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. എക്സ്റേ അറിയാലോ, എക്സ്റേ എന്താന്നൊക്കെ നമുക്ക് അറിയാം. X-ray is a swift, pain-free procedure that is done to make images of the structures within the body, especially the bones. അതായത് പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ശരീരത്തിലുള്ള ഘടനകൾ, പ്രത്യേകിച്ച് എല്ലുകളുടെ മറ്റൊക്കെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിലും വളരെ പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇത് എക്സ്റേ എന്ന് പറയുന്നത്. നമുക്കെല്ലാം നമ്മളൊക്കെ എടുത്തിട്ടുള്ള, നമുക്കത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെ. എക്സ്റേ അടുത്തതാണ് CT സ്കാൻ. അതും നമുക്കറിയാം അല്ലെ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി, ഫുൾ ഫോം അറിയാലോ, റേഡിയോളജി സർവീസിൽ പഠിച്ചിട്ടില്ലേ? CT, കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നാണ് കേട്ടോ. ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്. നോക്കാം, എ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ഓർ എ CT സ്കാൻ that utilizes computer processed combinations of many X-ray measurements taken from various angles to make a cross-sectional images of a particular areas of a scanned object, permitting the user to observe inside the object without peering. അപ്പൊ നമുക്കറിയാലോ CT സ്കാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ വല്ല ശരീരത്തിന് മുറിവ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്കോ ഒന്നും നമ്മൾ കയറ്റി വിടുന്നില്ല അല്ലെ, പിയർ ചെയ്യുന്നില്ല അല്ലെ. നോൺ ഇൻവെസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേകളും എന്താ അവിടെ ഉപയോഗിക്കുന്ന? എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എക്സ്റേസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യക്ക് ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് CT സ്കാൻ. അപ്പൊ ഓർക്കുക, CT സ്കാനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എക്സ്റേസും കമ്പ്യൂട്ടർ എന്താ പറയാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് CT സ്കാൻ. ഓക്കെ, ഇതൊരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് MRI. MRI നിങ്ങൾക്കറിയാം, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അതിന്റെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. MRIയുടെ പ്രത്യേകത എന്താണ്?
Magnetic resonance imaging makes sure of a large magnet and radio waves underline ചെയ്യാട്ടോ to observe organ structures inside the body. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടകങ്ങളുടെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിശദമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക. അതന്നെ അതിന്റെ മാഗ്നറ്റിക് വേവ് എന്താ ഉപയോഗിക്കുന്നത്? ഒരു ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. CT-യും MRI തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? CT-യിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രോസ് സെക്ഷണൽ ഇമേജ് എടുക്കുന്നു. MRI എന്ന് പറയുന്ന പേരിൽ തന്നെ കിടക്കുന്നു മാഗ്നറ്റിക്, അത് ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും പ്ലസ് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേജിംഗ് ടെസ്റ്റ് ആണ് MRI സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. Okay. Healthcare professionals makes use of MRI scans to diagnose various of conditions that affect. MRI സ്കാനുകള് ചില എന്തൊക്കെ കണ്ടീഷൻസുകളൊക്കെ നമുക്ക് MRI സ്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പഠിച്ചാൽ മതി കേട്ടോ. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എടുക്കാറില്ല. ഇപ്പൊ ബ്രെയിൻ സംബന്ധമായിട്ട് സ്പൈനൽ കോഡ് സംബന്ധമായിട്ട് വരുന്ന ഡിസീസുകള് കണ്ടീഷൻസുകളൊക്കെ നോക്കാൻ നമ്മൾ MRI എടുക്കാറുണ്ട്. MRIക്ക് CT-യേക്കാൾ വില കൂടുതലാണ് കേട്ടോ. 6000 രൂപയോ 7000 രൂപയൊക്കെ ഉണ്ട് MRI എടുക്കണം. പക്ഷെ നമുക്ക് വിശദമായിട്ടുള്ള ഇമേജസ് അതിലൂടെ കിട്ടും. പിന്നെ ബോൺസ് ആൻഡ് ജോയിന്റ്സ്, സന്ധികള്, എല്ലുകള്, അതിലേക്ക് ഇമേജ് എടുക്കാൻ. പിന്നെ ബ്രസ്റ്റ്, പിന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, ഹാർട്ടിന്റെയും മറ്റ് ബ്ലഡ് വെസൽസിന്റെ ഒക്കെ ഇമേജ് എടുക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? MRI ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട വ്യത്യാസം ഓർത്ത് വെച്ചാൽ മതി. CT-യിൽ എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത്, MRI-യിൽ മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും ആണ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ആളാണ് അതിന്റെ ഓട്ടോക്ലേവ് അല്ലെ. ഓട്ടോക്ലേവ് ഒക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു CSST-യിലൊക്കെ ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ്? സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ. ഇറ്റ് ഇസ് എ എന്താണ് ഡിവൈസ് അല്ലെ. ഇറ്റ് ഇസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് ദാറ്റ് യൂസസ് ടു സ്റ്റെറിലൈസ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ് ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ. എങ്ങനെയാണ്? ബൈ എന്താണ് ഡിസ്ട്രോയിങ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ. ബാക്ടീരിയ, വൈറസ്, അത് തന്നെ ശ്രുതി ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ട് എക്യുപ്മെന്റ്സുകളെ സ്റ്റെറിലൈസ് ചെയ്യാൻ, അണുവിമുക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോക്ലേവ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. An autoclave is a mechanical device that uses high temperature, steam and pressure to destroy microorganisms like bacteria, virus, fungus and spores on items that are put inside its pressure vessel. ഇവിടെ എന്താ ഉപയോഗിക്കുന്ന? ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്റ്റീം ആൻഡ് പ്രഷർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് എക്യുപ്മെന്റ്സുകളെ സപ്ലൈസിനെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്ന എക്യുപ്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോക്ലേവ്. ഓക്കെ, autoclaves are commonly used as a steam sterilizers in healthcare, laboratory, food and pharmaceutical industries. അല്ലെ, എവിടെയൊക്കെ നമ്മൾ ഓട്ടോക്ലേവ്സ് ഉപയോഗിക്കുന്നുണ്ട്? ഓട്ടോക്ലേവ്സ് ഒരു സ്റ്റീം സ്റ്റെറിലൈസർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഹെൽത്ത് കെയറില്, ലാബുകളില്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഒരു സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓട്ടോക്ലേവ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓരടിക്കുന്നുണ്ട് നിൽക്ക് ഇല്ല. ജസ്റ്റ് ഒന്ന് വായിക്കാൻ മതി, കുറച്ച് വെള്ളം കുടിക്കണേ. ഇത് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു തേർഡിലും ഫോർത്തിലും ഉള്ള ചാപ്റ്റേഴ്സില് ഏറ്റവും എളുപ്പം നമുക്ക് കാണാനും കണ്ണിന് കുളിർമയൊക്കെ തരുന്ന ഒരു ചാപ്റ്റർ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ ചാപ്റ്ററിന് നമുക്ക് മാർക്ക് മേടിക്കാനും നമുക്ക് എളുപ്പം ഈസി ആണല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം വ്യത്യസ്തമായതുകൊണ്ടേ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. അതായത് ക്യാപ്സ്യൂൾ പരുവത്തിലാണ് ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. മറ്റുള്ള ചാപ്റ്റർ ആണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്.
അതെ അതെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തതിലൊക്കെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു 12 മണിയാവുമ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആ, ഫ്ലാഷ് കാർഡ് ലാസ്റ്റ് ഒന്നും കൂടെ പറയാം കേട്ടോ രമേശ, നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ അതൊന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാണ് ഇൻക്യുബേറ്റർ. അതും നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇൻക്യുബേറ്റർ കണ്ടിട്ടുള്ള കുഞ്ഞുവാവകളൊക്കെ വെക്കുന്നതാണ്, NICU-ലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻക്യുബേറ്റേഴ്സ്. An infant incubator is a small equipment commonly used in pediatric hospitals, birthing centers and neonatal intensive care unit അഥവാ NICU. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ NICU-ലൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഇൻഫന്റ് ഇൻക്യുബേറ്റർ. ഓക്കെ, possibly the most apparent function of an infant incubator is to safeguard infants during the earliest stage of life. അല്ലെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അവരുടെ ഏർലിയസ്റ്റ് സ്റ്റേജില് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് ചൂടിലിടുന്നതാണ് ഇൻഫാന്റ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. പൊതുവെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് പ്രിമച്വർ ബേബീസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇൻക്യുബേറ്ററിൽ വെക്കും. അത് കൂടാതെ പൊതുവേ ഒരു രീതിയാണല്ലേ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ കുഞ്ഞിന് മഞ്ഞപ്പെടുന്നതും പറഞ്ഞ് അവിടെ കൊണ്ടിടുവര് NICU-ല് കൊണ്ടിടും അല്ലെ. അത് തന്നെ ബിലിറൂബിൻ കൂടിയാലും ചെയ്യും. അത് തന്നെ യെല്ലോ കളർ, അത് ഈ പറയുന്ന ബിലിറൂബിന്റെ വേരിയേഷൻ മിക്ക കുട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും സൂര്യപ്രകാശത്തിലൊക്കെ രാവിലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. എന്റെ എന്റെ മോൾക്കും വെച്ചിട്ടുണ്ട്. എന്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തും എന്റെ മോൾക്ക് ഇതുപോലെ മഞ്ഞപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് NICU-ൽ കൊണ്ട് ഇൻക്യുബേറ്ററിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ സമയത്ത് അവര് കൊണ്ടുപോകുമായിരുന്നു. ഓക്കെ, അപ്പൊ ലോ ബർത്ത് റേറ്റ് ആയിരുന്നു അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് possibly the most apparent function of an infant incubator is to safeguard infants during the earliest stage of life. തന്നെ അടുത്തത് എന്താണ്, മെഡിക്കൽ റെഫ്രിജറേറ്റർ അല്ലെ. ഞാൻ ഏത് ഹോസ്പിറ്റൽ, ഞാൻ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് എനിക്ക് 2 മക്കളുണ്ട്. മൂത്തത് മോളാണ്, രണ്ടാമത്തെ ഒരു മോനാണ് എനിക്കുള്ളത്. 2 നോർമൽ ഡെലിവറി ആയിരുന്നു. എനിക്ക് ആദ്യത്തെ ഡെലിവറി എന്റെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു തൃശ്ശൂര്, അവിടെയാണല്ലോ എന്റെ വീട്. പിന്നെ രണ്ടാമത്തെ ഡെലിവറി രാജഗിരി ഹോസ്പിറ്റല്, ഇവിടെ നമ്മുടെ എന്താ പറയാ കൊച്ചിയല്ല, അവിടെ രാജഗിരിയിലായിരുന്നു രണ്ടാമത്തെ, എറണാകുളം. ഓക്കെ, ഫസ്റ്റ് ഡെലിവറി എപ്പോഴും എവിടെ ഇരിക്കും, നമ്മുടെ വീട്ടിലായിരിക്കുമല്ലോ. പിന്നെ തൃശ്ശൂരായിരുന്നു, രണ്ടാമത്തെ രാജഗിരി. അപ്പൊ നോക്കാം മെഡിക്കൽ റെഫ്രിജറേറ്റർ. അപ്പൊ മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ പർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ ഡിമാൻഡ്സ് ഫോർ ദ സേഫ് വാക്സിൻ സ്റ്റോറേജ്. മെയിൻ ആയിട്ട് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, എന്തിനായിരിക്കും, മെഡിസിൻസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഫാർമസി ഒക്കെ പഠിച്ചത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മെഡിക്കൽ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ ഡിമാൻഡ്സ് ഫോർ ദ സേഫ് വാക്സിൻ സ്റ്റോറേജ്. അതായത് സേഫ് ആയിട്ട് വാക്സിൻ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ്, റെഫ്രിജറേറ്റർ ആണ് അല്ലെ. ഓക്കെ, with the temperature ranges between 35 degree Fahrenheit to 46 degree Fahrenheit. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഈ ടെമ്പറേച്ചർ റേഞ്ച് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് between 35 degree Fahrenheit to 46 degree Fahrenheit. Okay, these medical refrigerators will securely store a wide range. അതായത് ഇത്രയും ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ ശരി സെൽഷ്യസിലോട്ട് മാറ്റുമ്പോൾ വെറും 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. 1 to ഏകദേശം 1.67 അത്രയും ഡിഗ്രി സെൽഷ്യസ് വരും. പക്ഷെ അത്രയും കോൾഡ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇപ്പൊ ഫാരൻഹീറ്റിലാണ് യൂണിറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ചോദിച്ച് കണ്ടിട്ടുണ്ട്. 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ് കേട്ടോ. അത്രയേ ഉള്ളൂ മെഡിക്കൽ റെഫ്രിജറേറ്റർ കേട്ടോ. വാക്സിൻ വളരെ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് എന്ത്, വോക്കർ. ഇത് കണ്ടിട്ടില്ലേ, ഈ സംഭവം വെച്ച് നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, വോക്കർ. ഓക്കെ, അപ്പോ എ വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് ഫോർ മതി കേട്ടോ. എൽഡർലി ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ
who require extra support to maintain balance or stability while they walk. Okay. അപ്പൊ എന്താണ് walker എന്ന് പറയുന്നത്? ഈ പറയുന്ന വയസ്സായിട്ടുള്ള ആളുകള്, അതുപോലെ വാക്കിംഗ് ഡിസേബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് അവരുടെ ബാലൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവർക്കൊരു സ്റ്റെബിലിറ്റിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ്? വാക്കറാണ്. ഓക്കെ, വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം എന്നും പറയാം. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ who require extra support to maintain balance or stability while they walk. അതേ സെന്റൻസുകൾ തന്നെയാണ് വരിക കേട്ടോ എക്സാമിന്, അതുകൊണ്ട് അത് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് ട്രക്കിയോസ്റ്റമി. ഇതാണ് ട്രക്കിയോസ്റ്റമി. ട്രക്കിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വിൻഡ് പൈപ്പാണ് അല്ലെ, ശ്വാസനാളാണെന്ന് അറിയാലോ. ഓക്കെ, ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. എന്താണ്? ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, this surgical procedure consists of making an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. അതായത് ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് make an incision in the on the anterior aspect of the neck. നമ്മുടെ ഈ നെക്ക്, അതായത് നമ്മുടെ ശ്വാസനാളം തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, ആ നെക്കിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഇൻസിഷൻ, ഒരു എന്താ പറയുക, ഒരു മുറിവ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് എയർവേ ക്രിയേറ്റ് ചെയ്യും. ഡയറക്റ്റ് ഒരു എന്താ ഓപ്പണിങ്, ഡയറക്റ്റ് എയർവേ, നേരിട്ടൊരു എയർവേ ക്രിയേറ്റ് ചെയ്യാണ്. മറ്റേ എയർവേ ഘടിപ്പിക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ എയർവേ അഡ്ജക്റ്റ് ഉണ്ടല്ലോ, അത് വായിലൂടെ ഇറക്കി വിടുന്നില്ല. കാര്യം ചിലപ്പോ ഒരു പക്ഷേ ഈ നെക്കിന്റെ, അതായത് ഇതിന് മുകൾ ഭാഗത്തോട്ടുണ്ടല്ലോ, എയർവേയുടെ മുകൾ ഭാഗത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജോ മറ്റേതെങ്കിലും ഒബ്സ്ട്രക്ഷൻസോ സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എയർവേ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യുക? ട്രക്കിയോസ്റ്റമിയാണ് ചെയ്യുക. അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ചെറിയൊരു ഇൻസിഷൻ പോലെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കുക. സർജിക്കൽ പ്രൊസീജിയർ ആണല്ലോ, ഒരു മുറിവ് ഉണ്ടാക്കി അതിലൂടെ ഡയറക്റ്റ് എയർവേ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. Okay, that is called tracheostomy. Stomy, അതുപോലെ നമ്മുടെ ട്യൂബക്ടമി, വാസക്ടമി. എക്ടമി എന്ന് പറഞ്ഞാൽ തന്നെ സർജിക്കൽ എന്നുള്ള അർത്ഥമാണ്. നമ്മള് മെഡിക്കൽ ലാംഗ്വേജ് പഠിച്ചാണ്, സർജിക്കൽ എന്നല്ലേ പറയാം എക്ടമി. അപ്പൊ ട്രക്കിയോസ്റ്റമി, അല്ലെങ്കിൽ ട്യൂബക്ടമി, വാസക്ടമി. ടമി കേൾക്കുമ്പോൾ തന്നെ സർജിക്കൽ പ്രൊസീജിയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ്സ് എ സർജിക്കൽ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ ഓൺ ദ anterior aspect of the neck and opening a direct airway. That is called tracheostomy. Okay. അടുത്തത് നമുക്കറിയാം എന്താണ്? ക്രച്ചസ് ആണ് കേട്ടോ. ക്രച്ചസ് ഈ മൂന്ന്, ഇത് കണ്ടിട്ടുണ്ടോ? ഈ ക്രച്ചസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് രണ്ടും മിക്കവാറും കണ്ടിട്ടുണ്ടോ? ഈ ടൈപ്പ് കണ്ടിട്ടുണ്ടോ? ഗെറ്റർ ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നോക്കാം ക്രച്ചസ്. ബാക്കി രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോക്കാം. Crutches are a kind of walking aid that help to enhance the size of an individual's base of support. അതും ഈ പറഞ്ഞ പോലെ വോക്കറും ഇത് മാറിപ്പോകരുത് കേട്ടോ. വോക്കറും ഇത് മാറിപ്പോകരുത്. ക്രച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിംഗ് എയ്ഡ് തന്നെയാണ്, നടക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. That help to enhance the size of an individual's base of support. ഇൻഡിവിജ്വലിന്റെ ബേസ് സപ്പോർട്ട് കുറെ കൂടെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് ആയിട്ട് തന്നെയാണ് ഇത് ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ they carry the weight from the legs to the upper body and are many a time used by people who unable to are their legs to support their weight. അതായത് കൂടുതലും ഈ ലെഗിന്റെ അവിടേക്ക്, നമ്മുടെ ലെഗിൽ നിന്ന് നമ്മുടെ അപ്പർ ബോഡിയിലേക്കുള്ള ഒരു വെയിറ്റ് സപ്പോർട്ടാണ് ക്രച്ചസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് അവരുടെ ശരീരഭാരം, അവരുടെ കാലുകൾക്ക് ഭാരം താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ, ചിലർക്ക് ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും, പക്ഷെ കാലിന് വണ്ണം കുറവായിരിക്കും. അപ്പൊ ഈ ബോഡി വെയിറ്റ് ഒരു പക്ഷെ ലെഗ്സിന് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ, ഫ്രം ലെഗ് ടു അപ്പർ ബോഡിയിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്രച്ചസ് ഉപയോഗിക്കുന്നത്. ഇതും ഒരു വാക്കിംഗ് എയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതിൽ പറയുന്നുണ്ട് ഫ്രം ഷോർട്ട് ടൈം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസിന് വരെ ക്രച്ചസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഷോർട്ട് ടൈം ഇഞ്ചുറി ഒക്കെ വരുമ്പോഴത്തേക്ക് അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ കാലം പൊടി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന ആളുകൾക്കൊക്കെ പൊതുവെ ആക്സിലറി ക്രച്ചസ് ഉപയോഗിക്കാറുണ്ട്. ഷോർട്ട് ടൈം ഇഞ്ചുറീസ്
അതുകൊണ്ടാണ് ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസിന് വരെ നമ്മൾ ക്രച്ചസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ക്രച്ചസ് ആർ ഓഫ് 3 ടൈപ്സ്. ക്രച്ചസ് 3 ടൈപ്പാണുള്ളത്. എന്റെ ചിത്രമാണ് കൊടുത്തിട്ടുണ്ട്. ആക്സിലറി ക്രച്ചസ് ഉണ്ട്, എൽബോ ക്രച്ചസ് ഉണ്ട്, ഗട്ടർ ക്രച്ചസ് ഉണ്ട്. ഇതൊക്കെയാണ് ആക്സിലറി ക്രച്ചസ് ഉണ്ട്, എൽബോ ക്രച്ചസ് ഉണ്ട്, ഗട്ടർ ക്രച്ചസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ മതി. ആക്സിലറി ക്രച്ചസ് ഇതാവുമ്പോൾ നമ്മൾ അണ്ടറാണ് ഇവിടെ ആമിൽ വെച്ചുകൊണ്ടാണ് അത് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ആമിന്റെ അവിടേക്കാണ് നമ്മൾ ആമ വരെ കൊടുക്കുന്നുണ്ട്. എൽബോ ആവുമ്പോൾ നമ്മുടെ കൈമുട്ടുണ്ടല്ലോ, ഫസ്റ്റ് വൺ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെ ആക്സിലറി ക്രച്ചസ് കേട്ടോ. ഓക്കെ, അതുപോലെ എൽബോ ക്രച്ചസ് ആവുമ്പോൾ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആക്സിലറി ക്രച്ചസ് ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റി ഉള്ള ആളുകളായിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. എൽബോ ക്രച്ചസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് ഉള്ളതാണ്. ഓക്കെ, അതിന് ഗട്ടർ അല്ലെ, ഗട്ടർ ക്രച്ചസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പുതിയ അറിവാണ്. ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, എൽബോ ക്രച്ചസ് ആകുമ്പോൾ ട്രെയിനിൽ കണ്ടിട്ടുണ്ട് അല്ലെ. എൽബോ ക്രച്ചസ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ കൈമുട്ടിന്റെ അവിടെയാണ് വെക്കുന്നത്. ഓക്കെ, ആ രീതിയിലുള്ള ക്രച്ചസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്, അറിയാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, നമ്മുടെ കാർഡിയാക് മോണിറ്റർ. ഇയാളെ കണ്ടിട്ടില്ലേ കാർഡിയാക് മോണിറ്ററിനെ? നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതന്നെ കാർഡിയാക് മോണിറ്റർ ആണ്. എന്താണ് അതിന്റെ പർപ്പസ്? ദ കാർഡിയാക് മോണിറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് ദാറ്റ് എക്സിബിറ്റ്സ് ദ ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോംസ് ഓഫ് ദ cardiovascular system for the measurement and treatment. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ മാത്രമല്ല കേട്ടോ, ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ അവിടെ റെക്കോർഡിംഗ് അല്ല അവിടെ നടക്കുന്നത്, ലൈവ് ടൈം ആയിട്ട്, അതായത് ലൈവായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രഷർ വേവ് ഫോംസും അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള പാരാമീറ്റേഴ്സുകളും ലൈവായിട്ട് റിയൽ ടൈം എന്താണ് മോണിറ്ററിംഗ് ആണ് കേട്ടോ. അതേസമയം ലൈവായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത് കാർഡിയാക് മോണിറ്റർ. PCG ഹോൾഡർ മോണിറ്റർ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കാണ്, പക്ഷെ ഇത് റെക്കോർഡിംഗ് അല്ല, ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാണ് ലൈവായിട്ട് തന്നെ കേട്ടോ. ഓക്കെ, ലൈവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം, ദ കാർഡിയാക് മോണിറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് that exhibits the electrical and pressure waveforms of the cardiovascular system for measurement and treatment. Okay, parameters particular to respiratory function can also be calculated. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് ഇലക്ട്രിക്കൽ പ്രഷർ വേവ്ഫോംസും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ, നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സും മറ്റുള്ളതും ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കാണിക്കുന്ന, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ കേട്ടോ. It is most commonly used in emergency rooms and critical care areas to observe post-operative patients with critical electrolyte imbalances and other unstable patients. അറിയാലോ, അപ്പൊ സാധാരണ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? എമർജൻസി റൂമുകൾ അല്ലെ, ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അല്ലെ, ICU പോലെയുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ്, അതുപോലെ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യൻസിന്, പിന്നെ ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ഉള്ള പേഷ്യൻസിന്, പിന്നെ മറ്റുള്ള അൺസ്റ്റേബിൾ പേഷ്യൻസിനെയൊക്കെ അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും അവസാനത്തെ എക്യുപ്മെന്റ് കേട്ടോ, 43ാമത്തെയാണ് ട്രാക്ഷൻ. ഓക്കെ, ഈ പിക്ചർ കണ്ടല്ലോ, ഇത് തന്നെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. Traction is a set of mechanisms. ഇത് കാണുന്നത് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കിലുക്കം സിനിമയിൽ ജഗതിനെ കൊണ്ടുവരില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു പിക്ചർ കാണുമ്പോ, ഇല്ലേ? ഓർമ്മ വരുന്നില്ലേ? ഓക്കെ, traction is a set of mechanisms to straighten broken bones or relieve pressure on the spine and bones. Okay, അതായത് നമ്മൾ ഈ എന്താ പറയാ, ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെ ബോൺസുകള്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന പ്രഷറുകള്, അതൊക്കെ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് മെക്കാനിസംസ് ആണ് ഇത് ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഈ ഒരു സംവിധാനമാണ് കേട്ടോ. ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ്
ടു സ്ട്രൈറ്റൻ ബ്രോക്കൺ ബോൺസ് ഓർ റിലീവ് പ്രഷർ ഓൺ ദി സ്പൈനൽ ബോൺസ്. അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ബോൺസുകളെ നേരെയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനിന്റെ ബോൺസിന്റെ ഭാഗത്തൊക്കെയുള്ള പ്രഷർ ഒക്കെ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് മെക്കാനിസംസ് ആണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ട്രാക്ഷൻ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. നോക്കാം. There are mainly two types of traction. ഏതൊക്കെയാന്ന് പറയുന്നത് സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെൽറ്റൽ ട്രാക്ഷൻ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെൽറ്റൽ ട്രാക്ഷൻ ഉണ്ട്. They are utilized in orthopedic medicine. കൂടുതൽ എവിടെയായിരിക്കും? ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക അല്ലെ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കയ്യിലൊക്കെ ഫ്രാക്ചർ ആവുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഇടാറില്ലേ, ഈ പറയുന്ന കഴുത്തിലൂടെ ഇട്ടിട്ടുള്ള അവരുടെ പ്രിന്റ് പോലെ അങ്ങനത്തെ, അത് സ്കിൻ ട്രാക്ഷൻ ആണ്. നേരിട്ട് സ്കിന്നിലോട്ടാണ് നമ്മളത് ചെയ്യുന്നത്, വേറെ ഉള്ളിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ അത് കുറെ നാളുകളോളം നമ്മൾ അത് കെട്ടി വെക്കും അല്ലെ, അതാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മള് ഉള്ളിലൊക്കെ ചെയ്യില്ലേ, ഉള്ളിലൊക്കെ എല്ല് പൊട്ടുമ്പോ ഈ സ്ക്രൂകള് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സ്കിൻ ട്രാക്ഷൻ ആണ് ശരിക്കും. ഉള്ളിലൊന്നും വെക്കും, നമ്മൾ പുറത്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള മെക്കാനിസംസ് ആണ് അല്ലെ, ബെൽറ്റുകള് അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ സ്കിൻ ട്രാക്ഷന് ഉപയോഗിക്കുന്നത്. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ശരീരത്തിനുള്ള ബോഡിയുടെ ഉള്ളിൽ നമ്മൾ സ്ക്രൂ വെക്കോ സ്റ്റീല് വെക്കോ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ, അതൊക്കെ കുറച്ചൊന്ന് മേജർ ആയിട്ട് നടക്കുന്നതാണ്. അതാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട് നോക്കാൻ മതി. സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെൽറ്റൽ ട്രാക്ഷൻ ഉണ്ട്. രണ്ടും കൂടുതൽ എവിടെയാണ് ഉപയോഗിക്കുന്നുണ്ടാവുക? ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. കാര്യം ബോൺസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു സംവിധാനം ഇത്രയേ ഉള്ളൂ. അപ്പൊ 43 മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇത് വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ വരാറുണ്ട് കേട്ടോ. ഒന്നും ജഗതിയുടെ എനിക്കത് പറയുമ്പോഴും ചിരി വരാണ്. എല്ലാവർക്കും സിനിമ വരുന്നത് നമ്മൾ ശരിക്കും ഇത് കാണുമ്പോൾ അതാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. 43 എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ECG, ഹോൾട്ടർ മോണിറ്റർ, എക്കോ, അതുപോലെ കാർഡിയാക് മോണിറ്റർ, ഇതൊന്നും മാറിപ്പോകരുത് കേട്ടോ. അതുപോലെ സിറിഞ്ച് പമ്പ്, ഇൻഫ്യൂഷൻ പമ്പ്, നമുക്ക് ചിലപ്പോൾ രണ്ടും കേൾക്കുമ്പോൾ ഒന്നാണെന്ന് തോന്നിപ്പോകും. സിറിഞ്ച് പമ്പിന് നിങ്ങൾ ഓർക്കാം, കൃത്യമായിട്ടുള്ള നിങ്ങൾ ആ സെന്റൻസ് തന്നെ നിങ്ങൾ ടെക്സ്റ്റിലുള്ള സെന്റൻസ് ഇല്ലേ അത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. നമുക്കൊരു പുതിയൊരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. കുറച്ചൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തുടങ്ങി വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, രമേശ് മറന്നു ക്രാഷ് കാർട്ട് അല്ലെ. ഓക്കെ, ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ക്രാഷ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ മനസ്സിലാവുന്നത്? ക്രാഷ് ലാൻഡിങ്, ക്രാഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അപകടം, ഒരു എമർജൻസി ആണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രോളി തന്നെയാണ് കേട്ടോ. അത് ക്രാഷ് കാർട്ട് ട്രോളിയാണത്. ക്രാഷ് കാർട്ടിന് പറയുന്ന മറ്റു പേരുകൾ ആദ്യം പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? കോഡ് കാർട്ട് എന്ന് പറയുന്നു, മാക്സ് കാർട്ട് എന്ന് പറയുന്നു. അത് ആദ്യം പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ക്രാഷ് കാർട്ട്? ക്രാഷ് കാർട്ട് നോക്കിയിട്ട് ക്ലോസറ്റ് ട്രേകളുണ്ട്, ഷെൽഫുകളുണ്ട്, ഡ്രോയറുകളുണ്ട്. നമുക്ക് ക്ലോസ്ഡ് നമുക്ക് വലിക്കാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊരു ട്രോളി തന്നെയാണ്, വെയിൽഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വന്നിട്ട് എമർജൻസി എക്യുപ്മെന്റുകളെ മെഡിക്കേഷൻസുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. ദാറ്റ് ഈസ് കോൾഡ് ക്രാഷ് കാർട്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള കാർഡിയാക് അറസ്റ്റ് അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ, അതൊക്കെയാണ് എമർജൻസി സിറ്റുവേഷൻ. അല്ലെങ്കിൽ നല്ല ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കൊണ്ടുവരുന്ന എമർജൻസി കേസുകളൊക്കെ വരുന്ന സമയത്ത് എമർജൻസി മരുന്നുകൾ മാത്രമല്ല, അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷെൽഫുകളും അതുപോലെ ഡ്രോയറുകളും ഒക്കെ ഉള്ള ഈ ഒരു സംവിധാനമാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. മറ്റു പേരുകൾ ഏതൊക്കെയാണ്? കോഡ് കാർട്ട് അഥവാ മാക്സ് കാർട്ട് എന്നും പറയുന്നു കേട്ടോ. ഓക്കെ, കോഡ് കാർട്ടില് ആദ്യത്തെ കോഡ് എടുത്താൽ മതി കേട്ടോ. CORD കോഡാണ് കേട്ടോ. മറ്റേ കോഡ് CODE കോഡ് എന്നാണ് കൊടുത്തത്. കോഡാണ് കേട്ടോ, CORD കോഡാണ്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഇനി നമുക്ക് ഞാൻ ചെറിയൊരു ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ, തുടങ്ങുകയാണ്. ജസ്റ്റ് തുടങ്ങി വെക്കുന്നുള്ളൂ കേട്ടോ.
അതെന്താണ് ശ്രീലക്ഷ്മി ഒടിയാനൊന്നുമില്ല എല്ലാ മാമന്മാരും ചേർക്കുക ആ ഡയലോഗ് പറഞ്ഞതായിരിക്കും അല്ലെ. ആ ഓക്കെ കിലുക്കത്തിലാണ്. സിസ്റ്റർ ഒന്ന് സൂക്ഷിച്ച് നോക്കും, മിസ് ചെയ്ത് വല്ലതും ഉണ്ടോ നോക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങി വെക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ചില സമയമായിട്ടുണ്ട്. വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ വാങ്ങിക്കേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം നല്ല എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. എളുപ്പമാണത്, പിക്ചർ ഒക്കെ നോക്കി നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടന്റും ആണ് കേട്ടോ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ തന്നെ ഒരു 2 വലിയ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചാപ്റ്റർ എടുത്തത് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർവ്യൂ പഠിക്കാം. ഓവർവ്യൂ വലിയ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എനിക്ക് കിടക്കണേക്കാളും മുമ്പ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അപ്പോ എന്താണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാല്? മെഡിക്കൽ ഗ്യാസ് അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചികിത്സ, അതുപോലെ തന്നെ നമ്മുടെ രോഗനിർണയം, പിന്നെ അനസ്തേഷ്യ, അങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങൾ അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ഗ്യാസസ്. എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അനസ്തേഷ്യ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങൾ അല്ലെ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി ഈ മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്തത്? എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ മാസ്ക് വഴി അല്ലെ, മാസ്ക് വഴി, അല്ലെങ്കിൽ നേസൽ കാനുലാസ് വഴി, അതും അല്ലെങ്കിൽ വെന്റിലേറ്റർ മെഷീൻ അല്ലെ, വെന്റിലേറ്റർ, അങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ വാതകങ്ങള് പേഷ്യൻസിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ, വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ, വളരെ റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കാനായിട്ട് ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും സേഫ് ആയിട്ട്, അതുപോലെ ഏറ്റവും റിലയബിൾ ആയിട്ട്, വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ, വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം ഉറപ്പാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ വാട്ടർ സപ്ലൈ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അങ്ങനെ AC, അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അത്ര തന്നെ പ്രാധാന്യം എന്തിനുണ്ട്? ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മെഡിക്കൽ ഗ്യാസ് എന്താണ് പഠിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിലെ ഏരിയകൾ ഏതൊക്കെയാണ്, പിന്നെ പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് മെഡിക്കൽ ഗ്യാസുകൾ, 7ഓളം മെഡിക്കൽ ഗ്യാസുകൾ പഠിക്കാനുണ്ട്. ഓരോന്നിന്റെയും ഉപയോഗങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഗ്യാസ് സിസ്റ്റത്തെ പറ്റി ഒരു എന്താ പറയുക, ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ആ ഒരു ഇത് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിന്റെ കുറച്ച് കമ്പോണന്റുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ കളർ കോഡ് പഠിക്കാനുണ്ട്. അതായത് ഓരോ മെഡിക്കൽ ഗ്യാസിനും ഓരോരോ കളറുകളാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസിന്റെ കളർ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഗ്യാസ് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ഓരോ മെഡിക്കൽ ഗ്യാസിനും നമ്മൾ ഓരോ കളർ കോഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ കളർ കോഡിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ്, മുൻകരുതലുകള്, അത് പിന്നെ ഈ പറയുന്ന ഒരു മാനിഫോൾഡ്, അതായത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഓപ്പറേറ്ററുടെ ഒക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. അപ്പൊ മതി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇപ്പൊ തന്നെ ബോറടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ?
അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിക്കുക കേട്ടോ. ഒരിക്കലും എക്സാമിന്റെ എന്താ പറയാ അവസാനത്തേക്ക് വെക്കരുത്. കിട്ടുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് അങ്ങനെ അൺമ്യൂട്ട് ചെയ്യാം. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ശരി കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നാളെ ക്ലാസ്സിന്റെ കാര്യം അറിയിക്കൂ കേട്ടോ. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓഫീസിൽ നിന്ന് നിങ്ങൾ അറിയിക്കും കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.